കോഴിക്കോട് വട്ടക്കിണറിൽ വീട്ടുമുറ്റത്ത് നിന്ന യുവതിക്കു നേരെ ക്രൂരമായ അതിക്രമം. വടകര സ്വദേശിയായ യുവതിയെ കടന്നുപിടിക്കുകയും കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ വട്ടക്കിണർ സ്വദേശി സഫാദിനെ പന്നിയങ്കര പോലീസ് പിടികൂടി. സംഭവത്തിൽ നടപടിയെടുക്കാൻ പോലീസ് വൈകിയെന്നാരോപിച്ച് യുവതിയുടെ കുടുംബം പന്നിയങ്കര സ്റ്റേഷനിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് വൈകിട്ടോടെ പ്രതിയെ കോഴിക്കോട് ബീച്ച് പരിസരത്ത് നിന്ന് പിടികൂടിയത്. പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചതോടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധവും കയ്യേറ്റ ശ്രമവും ഉണ്ടായി. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. വട്ടക്കിണറിലെ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന വടകര സ്വദേശിയായ യുവതിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. വീടിന്റെ മുൻവശത്ത് നിൽക്കുകയായിരുന്ന യുവതിയെ വട്ടക്കിണർ സ്വദേശിയായ സഫാദ് വീടുകയറി ആക്രമിക്കുകയായിരുന്നു. യുവതിയെ കടന്നുപിടിച്ച പ്രതി കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പ്രതിയെ പിടികൂടാൻ തയ്യാറായില്ല. പ്രതി മണിക്കൂറുകളോളം പ്രദേശത്തും നഗരത്തിലും കറങ്ങി നടന്നിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. ഇന്നലെ പോലീസ് അവിടെ വരുന്ന സമയത്ത് പ്രതി വീട്ടിനുള്ളിലുണ്ട്. പക്ഷേ പോലീസുകാര് അവരടുത്തല്ല പോയത്. ഞങ്ങളടുത്ത് വന്ന് ചോദിച്ചു, പറഞ്ഞു, ഞങ്ങളോട് നമ്പർ വാങ്ങിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നിട്ട് ഇന്ന് രാവിലെ പോലീസുകാർ ഇവിടെ നിന്ന് ചോദിക്കുന്നത് നിങ്ങളെ കയ്യിൽ അവൻ്റെ ഫോട്ടോ ഉണ്ടോന്ന്. ഞങ്ങൾ 5 ദിവസമായിട്ടുള്ളൂ എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പം ഞങ്ങൾക്ക് അവൻ്റെ ഫോട്ടോ എടുത്തെടുക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ കൺമുമ്പിലാണ് അവൻ വീട്ടിലേക്ക് കയറിയത്. നാട്ടുകാർ പറഞ്ഞത് പോലീസുകാരോട് 1 വർഷമായിട്ട് ഇവന് ഇതെന്നെ പതിവ്, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഉറക്കം കെടുത്തി ഇരിക്കുന്നവനാണ് എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടാകാതിരുന്നതോടെയാണ് യുവതിയുടെ മാതാവും സഹോദരനും അടങ്ങുന്ന കുടുംബം പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ വൈകുന്നേരത്തോടെ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കുകയും കോഴിക്കോട് ബീച്ച് പരിസരത്ത് നിന്ന് സഫാദിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. എന്നാൽ പ്രതിയെ പന്നിയങ്കര സ്റ്റേഷനിലെത്തിച്ചതോടെ നാടകീയ രംഗങ്ങൾക്കാണ് സ്റ്റേഷൻ പരിസരം സാക്ഷ്യം വഹിച്ചത്. പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതിനിടെ കുടുംബാംഗങ്ങൾ സഫാദിന് നേരെ തിരിയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പ്രതിയെ ഇന്ന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പന്നിയങ്കര പോലീസ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.